കൃത്യസമയത്താണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ തൻ്റെ മുന്നിലേക്ക് വന്നതെന്ന് പറയുകയാണ് ശ്രീനാഥ് ഭാസി. ആ ചിത്രത്തിന് മുൻപ് താൻ മറ്റൊരു സിനിമയുമായി ഒരുപാട് തിരക്കിലായിരുന്നുവെന്നും പക്ഷേ ആ സിനിമയിൽ നിന്ന് തന്നെ മാറ്റുകയായിരുന്നുവെന്നും താരം പറഞ്ഞു. ഒരുപാട് പൈസ മുടക്കി ചെയ്യുന്ന പടമായതുകൊണ്ട് അവർക്ക് തന്നെ നായകനാക്കാൻ പേടിയായിരുന്നുവെന്നും ശ്രീനാഥ് ഭാസി പറയുന്നു. രേഖാ മേനോന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. ഈ സിനിമ റൈറ്റ് ടൈമിൽ തന്നെയാണ് എൻ്റെ മുന്നിലേക്ക് വരുന്നത്. ഞാനപ്പോൾ സ്റ്റക്കായ ഒരു സിറ്റുവേഷനിലായിരുന്നു. ആ സമയത്താണ് സുഭാഷ് എന്ന കഥാപാത്രം വരുന്നത്. എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് തിരിച്ചു പോകാനും അവരുടെ അടുത്ത് സമയം ചെലവഴിക്കാനും കഴിഞ്ഞു. അതിനു മുൻപ് ഞാൻ എൻ്റെ സിനിമയുമായി ഒരുപാട് ബിസിയിലായിരുന്നു. ഞാൻ ഇതിനിടയിൽ ഒരു പ്രൊജക്റ്റ് ആരംഭിച്ചിരുന്നു. പക്ഷേ എന്നെ അതിൽ നിന്നും മാറ്റി. ഞാൻ ലീഡ് റോളായിരുന്നു ചെയ്യേണ്ടത്. എന്നാൽ ഇത്രയും പൈസ വച്ചുള്ള ഒരു പടം എന്നെ വെച്ച് ചെയ്യാൻ അവർക്ക് പേടിയായിരുന്നു. എൻ്റെ അഭിനയം അത്ര കൊള്ളില്ല എന്നൊക്കെ വന്നു പറഞ്ഞിരുന്നു. ഡയറക്ടറും ഡയറക്ടിംഗ് ടീമും എൻ്റെ റൂമിൽ വന്നിട്ടാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ എനിക്ക് കുഴപ്പങ്ങളുണ്ട്, പേഴ്സണൽ പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ആ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജോലിയെ ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഫോൺ വേണമെങ്കിൽ വണ്ടിയിൽ വെച്ചിട്ട് പോകാമെന്ന് കരുതി. എല്ലാവരോടും സംസാരിക്കാത്തത് കാരണമാണോ എന്നെ പുറത്താക്കിയതെന്ന് ചിന്തിച്ചു, ശ്രീനാഥ് ഭാസി പറഞ്ഞു. ജാനേമന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ശ്രീനാഥ് ഭാസിക്ക് പുറമെ സൗബിൻ ഷാഹിർ, ജീൻ പോൾ ലാൽ, ഗണപതി, ബാലു വർഗീസ്, അരുൺ കുര്യൻ, ദീപക് പറമ്പോൽ, ഖാലിദ് റഹ്മാൻ, ചന്തു സലീംകുമാർ തുടങ്ങിയ യുവതാരനിര ഒന്നിച്ച ചിത്രമാണിത്. കൊച്ചിയിലെ മഞ്ഞുമ്മൽ എന്ന സ്ഥലത്തു നിന്നും ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും അതേ തുടർന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും പറയുന്ന ഒരു സർവൈവൽ ത്രില്ലർ ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ചിത്രത്തിൽ സുഭാഷ് എന്ന കഥാപാത്രമായിട്ടായിരുന്നു ശ്രീനാഥ് ഭാസി എത്തിയത്.